അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ, നാളെ നമ്മുടെ സൂര്യയുടെ ഫിലിം റിലീസാണ് കങ്കുവ, November 14th. അപ്പൊ ഇന്ന് November 13th എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ നീനു. പിന്നെ നമ്മുടെ ആലപ്പുഴയിലല്ല എല്ലാ സ്ഥലത്തും ഇന്ന് നാളെ ഫിലിം റിലീസ് ആയത് കൊണ്ടിട്ട് ഇന്ന് DJ ഉണ്ട്. അപ്പൊ നമ്മുടെ ആലപ്പുഴയില് റൈബാൻ തിയേറ്ററിലാണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ഞങ്ങളെല്ലാം ബ്ലാക്ക് ഒക്കെ ഇട്ട്, ഇത് ആക്ച്വലി എന്റെ ജിമ്മിലെ ഡ്രസ്സാണ്. അപ്പം എന്റെ ടീഷർട്ടാണ് ഗൈസ്. ആണ് നിധിയുടെ, അത് കട്ടെടുത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇത്. അപ്പൊ ഞങ്ങള് ബ്ലാക്ക് ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇവിടെ നിക്കുവാണ്. ഇപ്പം അതിനിപ്പോ എന്താ, അപ്പൊ ഇപ്പൊ വിച്ചപ്പനെ ഇവിടെ വിളിക്കാൻ നിൽക്കാണ്. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിച്ചപ്പനാണ് നിച്ചപ്പൻ ഒറിജിനൽ നെയിം. ആക്ച്വലി നിച്ചപ്പൻ അല്ല കേട്ടോ, വിച്ചപ്പൻ. അവന്റെ ഒറിജിനൽ പേരെന്ന് വെച്ചാല് വിഷ്ണു. അപ്പം ഇവര് വീട്ടിലും അവിടൊക്കെ വിളിച്ച് വിച്ചപ്പനെ നായിപ്പോയതാണ് കേട്ടോ. വിഷ്ണു എന്നാണ് അവന്റെ പേര്. അപ്പൊ നമ്മളിപ്പോ അവനെ വിളിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. സത്യം പറഞ്ഞ സമയം 6:15 ആയതുള്ളൂ. പക്ഷെ ഭയങ്കര ഇരുട്ടി. മറ്റേ പുള്ളിനെ എനിക്കൊന്നും കാണണം. ഒരു പുള്ളി കമന്റ് ഒക്കെ ഇടും. പുള്ളി എവിടെ ആലപ്പുഴ ഉള്ളതാണെങ്കിൽ ഒറ്റയാണെ ഒന്ന് മീറ്റ് ചെയ്യണം കേട്ടോ. ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു സ്പോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ദിവസം മീറ്റ് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ പിച്ചപ്പനെ വിളിച്ച് പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരും. അങ്ങനെ അവിടെ പോയി സൂര്യയുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടിയാ. എന്നാ താനെന്തിനാ വരുന്നത്? ഞാനൊക്കെ സൂര്യന്റെ മോനെ, സൂര്യ ഡൈഹേർഡ് ഫാനാ ഞാനൊക്കെ. സൂര്യയുടെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ പിച്ചപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ നമ്മുടെ സൂര്യയുടെ ഫിലിം കങ്കുവ ഇറങ്ങുവാണ്. അപ്പം സൂര്യ ഫാൻസിനൊക്കെ അടിപൊളി. എന്റെ മോനെ സൂര്യയുടെ ഫിലിമിനെ പറയണ്ട, പാട്ടൊക്കെ ഇപ്പോഴേ എല്ലാം വില്ലൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യാം. വിജയ് ഫാൻസിന്റെ അത്ര ഇല്ല. വിജയ് ഫാൻസിന്റെ അവിടെ കിടന്നു. ഗോട്ടല്ല പറയുന്നില്ല ഞാൻ, കുഴപ്പമില്ല, മിണ്ടണ്ട. സൂര്യയുടെ ഫിലിം, സൂര്യ വേറെ അടിപൊളിയാണ്. പവർ വരണമെങ്കിൽ വിജയ് ഫാൻസ് ഇറങ്ങണം. വിജയുടെ ആണെ തിയേറ്ററിൽ പോയി കിടന്ന് ഉറങ്ങണം. പോ. സൂര്യയുടെ ആണെ പാട്ടെങ്കിലും ഉണ്ട്. ഞങ്ങള് ഡാൻസ് പഠിച്ചായിരുന്നു കേട്ടാ. ഞങ്ങളല്ല, നീ സ്റ്റെപ്പ് അക്ഷയ്ക്ക് വേണം, നിന്നെ പഠിപ്പിച്ചുതരാം. ഞങ്ങൾക്ക് ഇപ്പൊ തിയേറ്ററിൽ പോയി തുള്ളാനുള്ളതാ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നിട്ട് തിയേറ്ററിലോട്ട് ഫുഡ്. ഓക്കെ, ബൈ ബൈ. ഇതിന് വെള്ളത്തിന് കൂടുതലാണ് കേട്ടോ. അയ്യോ, അതൊക്കെ കിട്ടണുണ്ടോ? തരാം ഞാൻ. നിന്റെ സ്വഭാവം നാട്ടുകാർ അറിയട്ടെ. എനിക്കെന്താ, ഞാനിങ്ങനെ പലരോടും പല സ്വഭാവം ഒന്നും കാണിക്കുന്നൊന്നുമില്ല. നീ കാണിക്കും പലരോടും പല സ്വഭാവം. ഇത്ര നേരം മാറിയണ്ട. ഇത് കട്ട് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇട്ടോളും. അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് ആരും ഒളിപ്പിച്ചേക്കണ്ട, ആരെയും കാണിക്കാണ്ടിരിക്കേണ്ട ആവശ്യം. തനിക്കണം പുറത്തുനിന്നുണ്ട്. എന്താ കുഴപ്പം? അപ്പൊ അഖിൽ ശ്രീകുമാർ, നമ്മുടെ ആലപ്പുഴയിലെ പ്രോ ഡാൻസർ അഖിൽ ശ്രീകുമാർ. ഇന്ന് നമുക്ക് ഡാൻസ് കളിക്കാം. അവിടെ ബാക്കി കുറച്ച് പേര് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. സൂര്യയുടെ ഫ്ലെക്സ് കാണിച്ചു. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നൊക്കെ വീഡിയോ എടുക്കണം. ഞാൻ എടുക്കുന്നില്ല, എനിക്ക് ഞാൻ എടുക്കത്തില്ല. പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും. അത് അങ്ങനെ പരിപാടിക്ക് നമ്മൾ വിജയുടെ ഞാൻ തുള്ളാൻ വന്നു. പക്ഷെ ഞാൻ എന്നാലും ഒരു സൂര്യ ഫാനാണ്. ഓണാണേ.
കൂടെ നീതു തോമസ് കൊണ്ട് വരും. എന്താ അത്രയ്ക്ക് വേണോ? ഞാൻ വെക്കും. എനിക്കൊരു ഫ്ലെക്സ് വെച്ചാൽ എന്താ കുഴപ്പം? സൂര്യയുടെ ഫ്ലെക്സ് എന്റെ വീട്ടില് പണ്ട് പങ്കജ് തിയേറ്റർ ഉണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ. എന്റെ പപ്പയുടെ വീട് അതിന്റെ അടുത്ത്. അപ്പം അവിടെയുള്ള ഒരു അങ്കിളിനോട് ഞാൻ പോയി ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഫ്ലെക്സ് ഒക്കെ തരുമായിരുന്നു. ഞാൻ എന്നിട്ട് അതൊക്കെ ഒളിപ്പിച്ചല്ല വാൾ പോസ്റ്റർ ഒക്കെ തരുമായിരുന്നു. അതൊക്കെ എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് സേവ് ചെയ്ത് വെക്കായിരുന്നു അലമാരിയുടെ മേളൊക്കെ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മഴയൊക്കെ കൊണ്ട് ചെതലൊക്കെ അരിച്ചു പോയി. അങ്ങനെ എടുത്ത് കളഞ്ഞു. എന്നാലും സൂര്യയുടെ ബുക്ക് വാങ്ങിക്കും, സൂര്യയുടെ ഫോട്ടോ. വിച്ചപ്പനായിട്ട് സംസാരിക്കുന്നത് എനിക്ക് കുറെ ആരോട്ട് സംസാരിക്കുന്നത് ചോദിച്ചേ. അതെന്തിനാ ഞാൻ ചോദിക്കുന്നത്? അവർ ആരെങ്കിലും ആയിട്ട് കൊണ്ട് നീ ചോദിച്ചേ. സംഭവം നോക്കുക. സൂര്യ ഫാൻസിന്റെ സാധനം എനിക്ക് കിട്ടി. ഇത് നോക്കിക്കേ. എനിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഇവിടുന്ന് കയറ്റി. ഇത് ആദ്യമേ കിട്ടിയവനാണ് എനിക്ക് ഇവർക്ക് അറിയാതെ ടിക്കറ്റ് എന്റെ ഫോളോവേഴ്സ് എനിക്ക് 4 മണിക്കത്തെ ഫസ്റ്റ് ഷോ എനിക്ക് തീറ്റിയില്ല. ഇല്ല, ഞാൻ 4 മണിക്ക് വരുന്നില്ല. ഞാൻ 4 മണിക്ക് എണ്ണീക്കത്തില്ല. പിന്നെ ഫാൻ ഷോയ്ക്ക് വന്നാൽ വലിയ അലമ്പായിരിക്കും. എടാ വെളത്തിലെടുക്കരുതേ. അപ്പൊ ഗൈസ് എല്ലാരും വാ. അപ്പൊ നമ്മള് സൂര്യയുടെ പരിപാടി അടിപൊളിയായിട്ട് കിടിലനായിട്ട് പൊളിച്ച് തകർത്ത് ഞാനും അഖിലൊക്കെ സ്റ്റേജിൽ കയറി കുറച്ച് തുള്ളി. അപ്പൊ ആരോണ്ടൊക്കെ സ്റ്റേജിൽ നിന്ന് ഞങ്ങളെ ഇറക്കി. എന്താ പറയത്തില്ല, കുറെ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ. ആരും ഇറക്കി. ഇപ്പൊ ഒരു ചെക്കനെ പറഞ്ഞു നിങ്ങളെ ഇറക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ തുള്ളാനും പരിപാടി കൊളവാക്കാനും കയറിയൊന്നുമല്ല. സൂര്യയുടെ പരിപാടി ഒന്നും ഞാൻ കൊളവാക്കത്തില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ സൂര്യയുടെ ഇത് നിൽക്കത്തുള്ളൂ, കൊളവാക്കത്തില്ല. പിന്നെ ആ പറയുന്നവര് പറയട്ടെ, എനിക്കൊന്നുമില്ല. അപ്പം പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് തുള്ളി എല്ലാരും കഴിഞ്ഞത്. ഇപ്പം സ്പേസ് ഒക്കെ കാലിയായിട്ടുണ്ട്. നാളെ ഫാൻസ് എത്ര മണിക്കാടാ? 4 മണിക്കാണ്. ഞാൻ എന്തായാലും ഉണ്ട്. 3D ആയോണ്ടാട്ടില്ലേ നിങ്ങളെല്ലാരും നമ്മുടെ പടം അഭിപ്രായം പറയാം. സൂര്യന്റെ പടമാണല്ലോ, സെറ്റായിരിക്കും. ഇത് നമുക്ക് അത് കയറിക്കൊണ്ട് പോകണം. ട്രെയിലറൊക്കെ അത് ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ വീടിന്റെ എനിക്ക് തോന്നുന്നുണ്ടോ ട്രെയിലർ കണ്ടിട്ട് സെറ്റാണ്. ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ഫിലിമാണ്, എല്ലാരും പോയി കാണണം. പടം കണ്ടില്ലല്ലോ, അങ്ങനെ വെറുതെ കൊടുത്തോ. ബൈ ബൈ. കണ്ണാടി വെച്ചിട്ട് പോയി പറയാം. ബൈ.